ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതം, ഒരു നല്ല ദിനം കാണുവാൻ ദൈവം നമുക്കെല്ലാവർക്കും അവസരം തന്നു. കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും എന്ന വചനപ്രകാരം എന്നേക്കും നിലനിൽക്കുവാൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം: നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരും ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ഇത്രയെല്ലാം നിങ്ങൾ വെറുതെ അനുഭവിച്ചുവോ? ഗലാത്യ സഭയിലെ വിശ്വാസികളെ പൗലോസ് തിരുത്തുവാൻ ശ്രമിക്കുന്ന അനുഗ്രഹീതമായ വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് പാപബോധം ഉണ്ടായി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങുന്ന നിമിഷം മുതലാണ്. സുവിശേഷമെന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സുവിശേഷം വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ച ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് തുടങ്ങിയ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെട്ട് പോകേണ്ട ഒന്നാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നാണല്ലോ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ ആത്മാവിനാൽ, അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട നമ്മെ സുവിശേഷം കേട്ടപ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നടത്തുവാൻ തുടങ്ങി. ജീവിതത്തിൻ്റെ സകല മേഖലകളും കർത്താവിന് സമർപ്പിച്ചപ്പോൾ, യേശുവിനെ കർത്താവായി അംഗീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുവാൻ തുടങ്ങി. അതൊക്കെ തികച്ചും സന്തോഷകരമായ അനുഭവങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ആണ് വാസ്തവത്തിൽ ആ അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും നയിപ്പാൻ ഇടയായത്. എന്നാൽ പൗലോസ് ചോദിക്കുന്നു, ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ആരംഭിച്ചു, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശക്തിയാൽ ആ ജീവിതം തുടരുവാൻ ശ്രമിക്കുന്നുവോ? അത് തികച്ചും ഭോഷത്വമാണ്. ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ തുടർന്ന് ആത്മാവിൽ അവസാനിപ്പിക്കേണ്ട ജീവിതം, ആത്മാവിൽ ആരംഭിച്ച് സ്വന്തം ശക്തിയാൽ തുടരുന്ന ജീവിതമാണ് ഏറ്റവും വലിയ ഭോഷത്വമെന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അവരെ കബളിപ്പിക്കുവാൻ ചിലരെ ഗലാത്യയിലുള്ള വിശ്വാസികൾ അനുവദിച്ചു എന്നുള്ളതാണ്. പൗലോസ് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? ഏതെങ്കിലും പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടാണോ? അല്ല. സുവിശേഷം നിങ്ങൾ കേട്ടതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നതും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നിങ്ങൾക്കുണ്ടായതും പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ ആരംഭിച്ചത്. എന്നാൽ പിന്നത്തേതിൽ എല്ലാം യാന്ത്രികമാകുന്നു. ഇന്നും പലർക്കും സംഭവിച്ച ഒരു അബദ്ധമാണ്, ആത്മാവിൽ ആരംഭിക്കുന്നു, ജഡത്തിൽ അവസാനിപ്പിക്കുന്നു. പ്രിയരെ, ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധത്തിൽ പലരും ചെന്ന് ചാടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ജീവിതാന്ത്യം വരെ നടത്തുവാൻ നാം സമർപ്പിക്കണം. പരിശുദ്ധാത്മാവിന് ഹിതമല്ലാത്ത, ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന
സകലത്തെയും വർജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ജീവിക്കുവാൻ തുടരുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ അനുഭവത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ലോകസ്നേഹികൾക്കും ജഡമോഹികൾക്കും ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും ജഡത്തിൽ അവസാനിപ്പിക്കുക എന്ന വഴി മാത്രമേ മുന്നിലുള്ളൂ. ആത്മാവിൽ ആരംഭിച്ച, അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ നടത്തിയ അനുഭവങ്ങളിൽ നിന്ന് നാം വ്യതിചലിക്കുവാൻ കാരണം സ്വന്തം ശക്തി കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് സ്വന്തം ശക്തിയാൽ, ജഡത്തിൻ്റെ ആലോചനയാൽ പലരും ക്രിസ്ത്യ ജീവിതം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രയോജനം ആർക്കുമില്ല എന്ന് മനസ്സിലാക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. ആത്മാവ് നമ്മളെ നയിക്കട്ടെ, ആത്മാവ് നമ്മളെ നടത്തട്ടെ. ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. ആത്മാവ് ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.